തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ട്രിവാൻഡ്രം സിറ്റി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഈ രണ്ട് കാറ്റഗറി, ഒന്ന് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരം, രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു വൈബ്രന്റ് ഇക്കോണമി ആക്കാൻ, അതിന്റെ എന്താണ് ഒരു സ്ട്രാറ്റജി. അപ്പോൾ രണ്ട് ബ്രോഡ് ഏരിയാസ് ആണ് ഇതാണ് കാര്യം കവർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് 1, 10, 15, 20 കൊല്ലമായിട്ട് ഇവിടെ പ്രശ്നങ്ങളും അതിന് പരിഹാരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാണ്ട് ആ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു, വലിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു. അതിന്റെ സൊല്യൂഷൻ അതൊന്ന്, അത് തീരദേശത്ത് അതൊരു എക്സാമ്പിളാണ്. ഹാൻഡ്ലൂം സെക്ടർ ഒരു എക്സാമ്പിളാണ്. കർഷകർ ആ മേഖല ഒരു എക്സാമ്പിളാണ്. അതൊന്ന്. മറ്റേത് ഈ തിരുവനന്തപുരത്തിലെ നമ്മൾ എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്, മാനുഫാക്ചറിങ്ങിന്റെയും ടൂറിസമിന്റെയും IT ആൻഡ് ഇന്നോവേഷനിന്റെയും നോളജ് ആൻഡ് റിസർച്ചിന്റെയും, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു രണ്ടാമത്തെ ഈ രണ്ട് ലെഗ്സ് ആണ് ഈ ഡോക്യുമെന്റിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു വലിയ മെയിൻ പോയിന്റ് പറയാൻ എല്ലാവരുടെ അറ്റൻഷന്, ഇതുവരെ തിരുവനന്തപുരത്ത് ഞാൻ ഗൂഗിൾ ചെയ്തു, എല്ലാം നോക്കി, 25-30 കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു MPയോ ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെന്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോ 20-25 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനാണ് ഇങ്ങനത്തെ ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി തിരുവനന്തപുരത്തിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. ഇത് ആദ്യത്തെ രാശാണ് നമ്മൾ കാണുന്നത് 20-25 കൊല്ലം കഴിഞ്ഞിട്ട്. അതൊന്ന്, അതിന്റെ ഈ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ 2 കമ്പറ്റേറ്റേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു പുള്ളിക്ക് 3 തവണ അവസരം കൊടുത്തു. ഒരു കാൻഡിഡേറ്റിന് ഒരു തവണ അവസരം കൊടുത്തു, 2005 മുതൽ 2009. ഞാൻ ചോദിക്കുന്നത്, ഒരു 5 കൊല്ലം എനിക്കൊരു അവസരം തരണം. ഞാൻ ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ കമ്മിറ്റ്മെന്റ് ആണ്, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.